ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ സംസ്കാരവും ദേശീയതയും എന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നോക്കുന്നത്. ഇതിൽ പഠിക്കാനുള്ളത് പരിഷ്കർത്താക്കൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുടെ പ്രസ്ഥാനങ്ങൾ, ആശയങ്ങൾ, അതുപോലെ ചില കൃതികൾ, എഴുത്തുകാർ, അവർ ഏത് ഭാഷയിലാണ് ആ കൃതികൾ എഴുതിയത്, അതുപോലെ ദേശീയത കലയിൽ എന്നൊരു ഭാഗമുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് നോക്കാം. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും 2 തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. 19ാം നൂറ്റാണ്ടിൽ സാംസ്കാരിക രംഗത്തും ആശയതലത്തിലും ഇന്ത്യയിൽ 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഏതൊക്കെയാണ്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. നമ്മൾ ആദ്യം നോക്കുന്നത് കോളനി ഭരണവും ദേശീയതയുമാണ്. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ, അതുപോലെ സംസ്കാരത്തെ ഒക്കെ ആഴത്തിൽ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്തേണ്ടതിന് അതൊക്കെ അറിയേണ്ടത് ആവശ്യമാണ് എന്ന് ബ്രിട്ടീഷുകാർ കരുതി. അതുകൊണ്ട് തന്നെ അവർ സംസ്കൃതത്തിലും പേർഷ്യനിലുമൊക്കെ രചിക്കപ്പെട്ട നമ്മുടെ കൃതികൾ അവർ വായിച്ചും പരിഭാഷപ്പെടുത്തിയും ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായിട്ട് അവർ കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി. നമ്മൾ ആദ്യം 3 സ്ഥാപനങ്ങളാണ് നോക്കുന്നത്. അതിൻ്റെ സ്ഥാപകരാരാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്ഥാപനങ്ങൾ, അത് സ്ഥാപിച്ചത് ആരൊക്കെയാണ് എന്നാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. ഇനി കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എപ്പോഴും ചോദിക്കുന്നതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ്? വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കനുമാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനാവത്തില്ലെന്ന് അവർ തിരിച്ചറിയുകയുണ്ടായി. വ്യാപാര വളർച്ചയ്ക്കായിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരുടെ വ്യാപാര വളർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന അവരുടെ ചിന്തകർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങളൊന്നും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെക്കാളെ പ്രഭു പറഞ്ഞ ഒരു കോട്സ് ഉണ്ട്, എപ്പോഴും ചോദിക്കുന്നതാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലുമല്ല ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അത് 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇതിൽ നിന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയതിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തെല്ലാമാണ്? ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്താണ്? അവർക്ക് ഒരു വിഭാഗം ജനതയെ, ഇന്ത്യൻ ജനതയെ അവരുടെ കൂടെ നിർത്തണം. എന്തിനാണ്? ഇവിടുത്തെ സ്വതന്ത്ര വ്യാപാരത്തിനായിട്ട്. ഇന്ത്യയിൽ അവരുടെ വ്യാപാരം നല്ല രീതിയിൽ പോകാനായിട്ട്
അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടണം. അതിനുവേണ്ടി ഒരു വിഭാഗം ജനതയെ അവരുടെ കൂടെ നിർത്തണമായി. അതിനവരെന്താണ്, ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുകയാണ്. 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. ഇന്ത്യൻ ജനത അത്ര ബുദ്ധിയില്ലാത്ത ആളുകളല്ല. അവർക്ക് ഇംഗ്ലീഷുകാരുടെ പദ്ധതി മനസ്സിലായി. അവരെന്ത് ചെയ്തു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗര അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തു. ഇങ്ങനെ ചിന്തിച്ചതിൽ ഭൂരിഭാഗം പേരും എന്താണ്, അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങൾ, അതുപോലെ അനുഷ്ഠാനങ്ങൾ, അതുപോലെ അതൊക്കെ എന്താണ് പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനുമായിട്ട് അവർ ശ്രമിച്ചു. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. അങ്ങനെ അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാനും ഇടയാക്കി. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനുമായിട്ട് നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അതേതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വർഷം സഹിതം നമ്മൾ നോക്കണം. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് ഉള്ള സൊസൈറ്റി അത് സ്ഥാപിക്കുന്നത് കൽക്കട്ടയിലാണ്. 1825 സ്ഥാപിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് 1825 ആരംഭിക്കുന്നത്. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി അത് കൽക്കട്ടയിൽ 1838 ആരംഭിക്കുന്നു. ഇനി മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത്? മഹേന്ദ്രലാൽ സർക്കാരാണ് സ്ഥാപിച്ചത്. ഇത് ബംഗാളിലെ 1876 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഇനി ബനാറസ് സംവാദ ക്ലബ്ബ് അത് ബനാറസിൽ എന്നാണ്, ഏത് വർഷമാണ്? 1861 ഇനി സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി അത് അലിഗഡിൽ 1864 സ്ഥാപിക്കുന്നത്. പിന്നെ അതുപോലെ ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ബീഹാറിൽ 1868 അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിക്കുന്നത്? മഹേന്ദ്രലാൽ സർക്കാരാണ് 1876. അതുപോലെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് എന്താണ്? അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയാണ്. അത് അലിഗഡിൽ 1864. അപ്പോൾ അതത്രേ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് സാമൂഹ്യ പരിഷ്കരണമാണ്. സാമൂഹിക പരിഷ്കരണം നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗം നേടി. അവരെന്ത് ചെയ്തു? സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ എതിർക്കാനും അതുപോലെ എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അന്ന് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമായിരുന്നില്ല. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അതിനായിട്ട് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഇനി പറയുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്താണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായിട്ട് എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ശ്രമിക്കുന്നത്.
ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമായി മാറി. സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം ആദ്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഐക്യമായിട്ട് മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജാറാം മോഹൻ റോയ് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പോൾ ആരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. ഏത് വർഷമാണ്? 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിക്കുന്നത്. ഇനി നോക്കുന്നത് അക്കാലത്ത് രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, അവരുടെ ആശയങ്ങൾ എന്നിവയാണ്. ആദ്യം നോക്കുന്നത് ആര്യസമാജമാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനമാണ്, പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹ ആരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ശൈശവ വിവാഹം അതുപോലെ വിഗ്രഹ ആരാധന ഇവയൊക്കെ എതിർത്തു. ഇനി രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരിലുള്ളതാണ് രാമകൃഷ്ണ മിഷൻ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യ, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം ആരുടെയാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ്റെയാണ്. അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി വാദിച്ചു. മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി വാദിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. ഇനി പ്രാർത്ഥനാ സമാജം ആരുടെയാണ്? ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. അദ്ദേഹം മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടു. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും അതുപോലെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടു. ഇനി തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസൻ്റ് ആണ്. ആനി ബെസൻ്റ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയാണ്. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് ആനി ബെസൻ്റ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഹിതകാരണി സമാജം വീരേശലിംഗമാണ് സ്ഥാപിക്കുന്നത്. വിധവ വിവാഹത്തിന് അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചാരണം നൽകുന്നതിന് വേണ്ടിയാണ് വീരേശലിംഗം ഹിതകാരണി സമാജം സ്ഥാപിക്കുന്നത്. ഇനി സത്യശോധക സമാജമാണ്. സത്യശോധക സമാജം ജ്യോതിബ ഫുലെയുടെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. അതുപോലെ പിന്നോക്ക വിഭാഗക്കാർക്ക് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സത്യശോധക സമാജം വഴി ജ്യോതിബ ഫുലെ എന്തൊക്കെ ചെയ്തു? ദുരാചാരങ്ങളെയും അതുപോലെ പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഇനി സ്വാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് ആണ്. ആരാണ് സ്ഥാപിച്ചത്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കറുടെയാണ് സ്വാഭിമാന പ്രസ്ഥാനം. ബ്രാഹ്മണ മേധാവിത്വത്തെയും അതുപോലെ ജാതി വ്യവസ്ഥയെയും എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാനി പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇനി
SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇത് സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ച അനാചാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതുപോലെ പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, വിധവ പുനർവിവാഹം നടപ്പിലാക്കി, അടിമത്തം നിരോധിച്ചു, ശൈശവിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് നടന്നു. ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്ത്യക്കാരിൽ ദേശീയബോധം സൃഷ്ടിക്കാൻ കാരണമായത് എങ്ങനെയൊക്കെയാണ്? ജാതി വ്യവസ്ഥയോടുള്ള എതിർപ്പ്, തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വാദം, വൈദേശിക സംസ്കാരത്തിൻ്റെയും ആശയങ്ങളുടെയും കടന്നുവരവിനെതിരായ ചെറുത്തുനിൽപ്പ്, അനാചാരങ്ങളോടുള്ള എതിർപ്പ്, വിദ്യാഭ്യാസ പുരോഗതി, സ്ത്രീകളോടുള്ള വിവേചനങ്ങൾക്കെതിരായ നിലപാട്. ഇത്രയും കാര്യങ്ങൾ ഇത്രയും മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുകയുണ്ടായി. പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. ഇനി പത്രങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ബംഗാളിലെ ഒരു പത്രമായിരുന്ന സുലഭ് സമാചാറിലെ ഒരു വാർത്തയാണ്. അന്നത്തെ ഇന്ത്യക്കാരുടെ അവസ്ഥയെപ്പറ്റി പറയുന്ന വാർത്തയാണ്. ഇനി വർത്തമാന പത്രങ്ങൾ എങ്ങനെയൊക്കെ ഇന്ത്യക്കാരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്, സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്ക് എതിരായിട്ടും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായിട്ട് ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ചിലർ പത്രങ്ങൾ ആരംഭിച്ചിരുന്നു. അതാരൊക്കെയാണ് പത്രങ്ങൾ ആരംഭിച്ചത്, അവരുടെ പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ജി സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച പത്രങ്ങളാണ് ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഇനി അമൃത ബസാർ പത്രിക ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ടാണ്. ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക ആരംഭിക്കുന്നത്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ഇനി ബോംബെ സമാചാർ ആരംഭിക്കുന്നത് ഫർദൂർജി മർസ്ബാനാണ്. ബോംബെ സമാചാർ ആരംഭിക്കുന്നത്. കേസരിയും മറാത്തയുമോ? കേസരി എന്നതും മറാത്ത എന്നതും ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ്. ഇനി ബംഗാളി എന്ന പത്രമുണ്ട്. അത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ആരംഭിക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യയോ? ദാദാഭായ് നവറോജിയുടെയാണ്. ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. ഇനി സോംപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയാണ്. ഇനി ന്യൂ ഇന്ത്യ, കോമൺവീല്, ഈ രണ്ട് പത്രങ്ങൾ ആരംഭിക്കുന്നത് ആനി ബെസൻ്റാണ്. ആനി ബെസൻറ്റിൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവീലും. ആനി ബെസൻറ്റ്. ഇനി യങ് ഹരിജൻ, ഇത് രണ്ടും മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്,
ആണ്. അതുപോലെ വന്ദേ മാതരം ആരംഭിക്കുന്നത് ലാലാ ലജ്പത് റായിയും നേഷൻ എന്ന പത്രം ആരംഭിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയും ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് നേഷൻ. ലാലാ ലജ്പത് റായിയുടെ പത്രമാണ് വന്ദേ മാതരം. അതുപോലെ അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദും. യങ് ഇന്ത്യയും ഹരിജനും മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ ആനി ബസന്റിൻ്റെയും സോമപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയുമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗമായിരുന്നു വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സംവാദ് കൗമുദി. ഏതു ഭാഷയിലാണ് അദ്ദേഹം ആരംഭിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി ആരംഭിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ മിറാത്ത് ഉൽ അക്ബർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറൊരു പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്ന പത്രം. അത് പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം ഇറക്കിയത്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സംവാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത്. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. വെർണാക്കുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഇത് നടപ്പിലാക്കുന്നത് ലിട്ടൻ പ്രഭു ആണ്. ലിട്ടൻ പ്രഭു 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്നത്. ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെൻറ് അത് പിൻവലിക്കുകയും ചെയ്തു. അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. പ്രധാനപ്പെട്ട കോഡ്സാണ് 3 കോഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. രാജാറാം മോഹൻ റോയിയുടെയാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സെന്നാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്നിട്ട് ചെറുക്കാനായിട്ട് അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സെന്നാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. വീരേശലിംഗത്തിൻ്റെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിനി നോക്കുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാനായിട്ട് കഴിഞ്ഞു. 1884 ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇത് സ്ഥാപിച്ചത് എന്നാണ്? 1884 ആരൊക്കെ ചേർന്നാണ്? ജി അഗാർക്കറും ബാലഗംഗാധര തിലകും MG റാനഡെയും ചേർന്നാണ് പൂനെയിൽ ഇത് സ്ഥാപിക്കുന്നത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നത് ആരംഭിച്ചത് എന്തിനെ തുടർന്നാണ്? ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. 1905 ആരംഭിക്കുന്നത്. ഈ സ്വദേശി പ്രസ്ഥാനം വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ
വനിതാ സർവകലാശാല വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇത് സ്ഥാപിക്കുന്നത് DK കാർവെയാണ്. വർഷം എന്നാണ്? 1916 DK കാർവെ സ്ഥാപിക്കുന്നത്. വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കുന്നത് 1916. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. അപ്പോൾ രവീന്ദ്രനാഥ് ബംഗാളിൽ സ്ഥാപിച്ചത് എന്താണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാല ബംഗാളിൽ സ്ഥാപിക്കുന്ന ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഈ സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ടാഗോർ ലക്ഷ്യമിട്ടത്. വിശ്വഭാരതി സർവകലാശാലയിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് എങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു? പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിയ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച ആ കാലഘട്ടത്തിലെ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അതുപോലെ ഡോക്ടർ സാക്കിർ ഹുസൈനും MA അൻസാരി ഈ 4 പേരും കൂടെ ചേർന്നിട്ട് ഇവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിയ എന്നുള്ളത്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനായിട്ട് ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഇങ്ങനെ ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. കേരള കലാമണ്ഡലം തൃശ്ശൂരിൽ വള്ളത്തോളാണ് സ്ഥാപിക്കുന്നത്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്, ഒരു സവിശേഷമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1937 ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. സാഹിത്യവും ദേശീയതയുമാണ് ഇനി നോക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശിശിർ കുമാർ ഘോഷിൻ്റെയും അതുപോലെ സത്യേന്ദ്രനാഥ് ടാഗോറിൻ്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ്. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റുന്നുണ്ട്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ആനന്ദമഠം എന്ന നോവലിലെ വിഷയം എന്താണ്? സന്യാസി കലാപമാണ്. ഈ ആനന്ദമഠം എന്ന നോവല് ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നോവലാണ് ആനന്ദമഠം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും അതുപോലെ സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം ആരുടെ നോവലാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. ബംഗാളി നാടകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച
നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ചു. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പൺ എന്ന നാടകം ആരുടെയാണ്? ദിനബന്ധു മിത്രയുടെയാണ്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ എന്നത് ആരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്? ആര് സ്ഥാപിച്ചതാണ്? സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ചതാണ്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണ്? സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പ്രചരിപ്പിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചതാരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹം ഉറുദു കവിയാണ്. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശ അഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഇനി അതാണ് നോക്കുന്നത്. നമ്മൾ എഴുത്തുകാരും കൃതികളും അവർ ഏത് ഭാഷയിലാണ് ഈ കൃതികൾ എഴുതിയതും എന്ന് ഉള്ളതാണ് നോക്കുന്നത്. ആദ്യം രവീന്ദ്രനാഥ് ടാഗോറിനെയാണ് നോക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. ഗോര എന്നതും ഗീതാഞ്ജലി എന്നതും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ്. അദ്ദേഹം ഗോരയും ഗീതാഞ്ജലിയും ഒക്കെ രചിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ഇനി അടുത്തത് പ്രേംചന്ദാണ്. അദ്ദേഹത്തിൻ്റെ 4 കൃതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇത് 4ഉം പ്രേംചന്ദിൻ്റെ കൃതികളാണ്. ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇത് 4ഉം പ്രേംചന്ദിൻ്റെ കൃതികളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. ഇനി അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നിവ. ഇത് തമിഴ് ഭാഷയിലാണ്. ഇനി അൽത്താഫ് ഹുസൈൻ ഹാലിയുടെയാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്ന് പറയുന്നത്. ഉറുദു കൃതികളാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ആരുടെയാണ്? അൽത്താഫ് ഹുസൈൻ ഹാലിയുടെയാണ്. ഉറുദു കൃതികളാണ്. ഇനി ആരുടെയാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെയാണ്. നിബന്ധമാലയാണ് അദ്ദേഹത്തിൻ്റെ കൃതി. നിബന്ധമാല ആരുടെ കൃതിയാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെയാണ്. മറാത്തി കൃതിയാണ് നിബന്ധമാല. മറാത്തി കൃതിയാണ് നിബന്ധമാല. വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെയാണ്. അടുത്തത് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ 3 കൃതികളാണ് പഠിക്കാനുള്ളത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇത് 3ഉം മലയാളമാണ്, മലയാളം കൃതികളാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് ഇത് 3ഉം രചിച്ചിട്ടുള്ളത്. ഇനി വരിക വരിക സഹചരേ, ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളുമുണ്ട് മലയാളത്തിൽ. അതിലൊന്നാണ് വരിക വരിക സഹചരേ എന്നുള്ള ഗാനം. ഇത് എഴുതിയത് ആരാണ്? അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത്. ഇനി കലയാണ് നോക്കുന്നത്. കലയിലെ ദേശീയതയാണ് നോക്കുന്നത്. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത് മാത. ഭാരത് മാത എന്ന ചിത്രം വരച്ചതാരാണ്? അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതായുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനവുമായി
അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചു. കൽക്കത്തയിൽ ഇന്ത്യ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം കൽക്കത്തയിൽ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് എന്ന് പറയുന്നത്. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും അതുപോലെ സാഹിത്യ കൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യ കൃതികളിൽ നിന്ന് ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. സതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. സതി എന്ന ചിത്രം ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. നന്ദലാൽ ബോസിൻ്റെയാണ് സതി. അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് ഭാരത് മാത എന്ന ചിത്രം. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിൽ ഒന്നായിട്ടുള്ള സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് സതി എന്ന് പറയുന്ന ചിത്രം. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താനായിട്ട് കാരണമായി. സതിക്കെതിരായിട്ടുള്ള ഒരു മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ വേണ്ടി ഈ ചിത്രം സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ, നന്ദലാൽ ബോസിൻ്റെ തന്നെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അത് 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ഏത് കോൺഗ്രസ് സെഷനിലാണ് പ്രദർശിപ്പിച്ചത്? ഹരിപുര INC സെഷനാണ്. 1938 ഹരിപുര സെഷൻ നടക്കുന്നത്. ഈ സെഷനിൽ എന്താണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും അതുപോലെ അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇനി അമൃത ഷേർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരന്തങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ഗ്രാമജീവിതം എന്ന ചിത്രത്തിലൂടെ ചിത്രീകരിക്കുന്നത്. ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ. ഇതോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാനായിട്ട് സഹായിച്ചു. അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെ, അതുപോലെ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം അമൃത ഷേർഗിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇന്ത്യക്കാരിൽ ദേശീയ ബോധം സൃഷ്ടിക്കാൻ വേണ്ടി സഹായിച്ചു. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ വേണ്ടി സഹായിച്ചു. സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. സ്വദേശി സമരകാലത്താണ് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. അതെങ്ങനെയുള്ള ത്രിവർണ്ണ പതാകയായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു ചന്ദ്രനും അടങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യത്തെ പതാക എന്ന് പറയുന്നത് 8 താമരകളും അതുപോലെ ഒരു ചന്ദ്രനും അടങ്ങിയതായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും അതുപോലെ വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക. ചർക്ക അവിടെ കൊടുത്തിരുന്നത് എന്തായിരുന്നു? എന്തിൻ്റെ പ്രതീകമായിരുന്നു? ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും അതുപോലെ വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ചർക്ക കൊടുത്തത്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് 1947 സാരനാഥിലെ അശോക സ്തംഭം, അതുപോലെ ദേശീയ ഗീതം, ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇനി നോക്കുന്നത് മേഡം കാമയെക്കുറിച്ചാണ്. മാഡം കാമ ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളായിരുന്നു. അതുപോലെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയതും മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.